ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പച്ചക്കറി ഉണ്ട്, അതിൽ ബീൻസ്, ക്യാരറ്റ്, പിന്നെ പച്ചമുളക് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇതെല്ലാം കൂടി അടപ്പിനകത്ത് വെച്ച് വഴറ്റുക. അതിനുശേഷം കുറച്ച് അരിയെടുത്ത് വെള്ളത്തിലിട്ട് വേവിച്ച് വെന്ത് പോയാൽ പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ എടുത്ത് വെക്കുക. ഇത് കഴിഞ്ഞ് ഇതിലേക്ക് അരിയുടെ അകത്തേക്ക് പച്ചക്കറികൾ മുഴുവൻ ഇടുക. എന്നിട്ട് കുറച്ച് കുരുമുളക്, മല്ലിപ്പൊടി, കറിയാമ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടങ്ങ് കൂട്ടി കുഴക്കുക. പറ്റുമെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ കളയുക. ഇതാണ് ഇന്നത്തെ വിഭവം. ഏകദേശം ഇതുപോലെ ഇരിക്കും. ഭയങ്കര ടേസ്റ്റി ആണെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. നല്ല ഊമ്പിയ ടേസ്റ്റ്. നാളത്തെ വിഭവം നാളെ വരാം. എങ്ങനെയുണ്ട്? അത്യുഗ്രം. ഇതൊന്നും വന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിക്കേണ്ടതാണ്. ഒരിക്കലും അടിപൊളിയാണ്, അടിപൊളി. ഇത് വായിൽ വെച്ചിട്ട് വെള്ളം വന്നോണ്ടിരിക്കുക. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഏകദേശം 2-2.5 കൊല്ലത്തിന് അടുക്കി ആയിട്ടില്ല. ഇന്നലെ കണ്ടുപിടിച്ച. ഇത് എന്തരിയാണ് ഉപയോഗിക്കുന്നത്? ഇത് വസുമതി എന്ന് പറഞ്ഞ അരിയാണ് ഉപയോഗിക്കുന്നത്. അല്ല, വസുമതി. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. അധികം നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതി. ഇത് തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ്. വയറ്റിന് പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ, ലൂസ് മോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തടയാൻ പറ്റിയ ബെസ്റ്റ് ഭക്ഷണമാണിത് എന്ന് ഞാൻ പറയും. തടിയുടെ രഹസ്യം കണ്ടോ? അവിടെ ഇരിക്കുന്ന ആളുടെ തടിയുടെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റൈസിന്റെ ഇതാണ്. ഗുണമേന്മ അറിയണമെങ്കിൽ ആട് വെച്ചോ. എന്തായാലും ഇങ്ങനത്തെ ഒരു വിഭവം ഞങ്ങൾ സമ്മാനിച്ചത് വളരെ നന്ദി പറയുന്നു. ഇന്നത്തെ കുക്കറി ഷോ ഇവിടെ അവസാനിക്കുന്നു. ക്യാമറമാൻ കാൽവിൻ്റെ ഒപ്പം ഞാൻ തന്നെ. ബൈ ബൈ.